അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ഗഫാർ എന്നത്. ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവൻ എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഈ മഹത്തായ ഇസ്മ് പരിശുദ്ധ ഖുർആനിൽ 5 തവണയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയത്ത് 1281. ഗഫാർ എന്ന പദം ഗഫറ എന്നതിൽ നിന്ന് ഉണ്ടായതാണ്. ദുനിയാവിൽ മനുഷ്യരുടെ ഐബുകൾ അഥവാ പോരായ്മകൾ, അതുപോലെ മനുഷ്യരുടെ ദോഷങ്ങൾ എന്നിവയെ പ്രത്യേകമായ ഒരു മറ കൊണ്ട് മറക്കുന്നവനും, ആഖിറത്തിൽ അടിമകളെ ശിക്ഷിക്കാതിരിക്കൽ കൊണ്ട് ദോഷങ്ങളെ മറച്ചു വെക്കുന്നവനും ആണ് അള്ളാഹു എന്നാണ് ഗഫാർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗഫാർ എന്ന പദത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ഗാഫിർ, ഗഫൂർ, ഗഫാർ ഇങ്ങനെ 3 വ്യത്യസ്ത നാമങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് മനസ്സിലാക്കണം. ഗാഫിർ എന്ന് പറഞ്ഞാൽ ദോഷം പൊറുക്കുന്നവൻ, ഗഫൂർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ദോഷം പൊറുക്കുന്നവൻ, ഗഫാർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായി ദോഷം പൊറുക്കുന്നവൻ. ഇങ്ങനെ വ്യത്യസ്തമായ 3 അർത്ഥങ്ങളാണ് ഈ ഇസ്മുകൾക്ക് ഉള്ളത്. ഈ വ്യത്യസ്ത അവസ്ഥകൾ ഉണ്ടാകാൻ കാരണം തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാര് അവർ 3 രൂപത്തിൽ ഉണ്ട് എന്നാണ്. ലാലിമ്, ലലൂമ്, ലല്ലാം. ലാലിമ് എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്യുന്നവൻ, അള്ളാഹുവിന് എതിര് ചെയ്യുന്നവൻ, തെറ്റ് ചെയ്യുന്നവൻ എന്നൊക്കെ അർത്ഥം ഉണ്ട്. ലലൂമ് എന്ന് പറഞ്ഞാൽ കൂടുതൽ അക്രമം ചെയ്യുന്നവൻ. ലല്ലാമ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലായി അക്രമം ചെയ്യുന്നവൻ. അപ്പോൾ ഒരു അടിമ ലാലിമാണെങ്കിൽ, അക്രമം ചെയ്യുന്നവനാണെങ്കിൽ, അള്ളാഹു അവന് ഗാഫിറാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. ഒരടിമ ലലൂമാണെങ്കിൽ, കൂടുതൽ ലുൽമ ചെയ്യുന്നവനാണെങ്കിൽ, അള്ളാഹു ഗഫൂറാണ്, കൂടുതൽ പൊറുക്കുന്നവനാണ്. ഒരടിമ ലല്ലാമാണെങ്കിൽ, വളരെ വളരെ കൂടുതലായി ലുൽമ ചെയ്യുന്നവനാണെങ്കിൽ, അള്ളാഹു ഗഫാറാണ്, വളരെ വളരെ കൂടുതലായി പുറത്തു കൊടുക്കുന്നവനാണ്. ഈ നിലക്കാണ് ഗാഫിർ, ഗഫൂർ, ഗഫാർ എന്നീ 3 നാമങ്ങളെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഗഫൂർ എന്നതും ഗഫാർ എന്നതും തമ്മിലുള്ള വ്യത്യാസം ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഗഫൂർ എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവപ്പെട്ട ദോഷങ്ങളെ പൊറുക്കുന്നവൻ. ഗഫാർ എന്ന് പറഞ്ഞാൽ ധാരാളം ദോഷങ്ങളെ പൊറുക്കുന്നവൻ. ഇങ്ങനെ ഒരു വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിൽ ഉള്ളത് എന്ന് പറഞ്ഞ പണ്ഡിതരും ഉണ്ട്. ഏതായാലും ദോഷങ്ങൾ പൊറുക്കുക എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം അത് സിഫത്തുൻ ഫിഅലിയത്ത്, അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന വിശേഷണമാണ്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് അടിമകൾക്ക് പുറത്തു കൊടുക്കാം, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അടിമകളെ ശിക്ഷിക്കാം. രണ്ടും അള്ളാഹുവിന് ജായിസാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഗഫാർ എന്ന് പറഞ്ഞാൽ അല്ലദീ അൽഹറൽ ജമീല വസത്തറൽ ഖബീഹ, നല്ലതിനെ വെളിവാക്കുകയും മോശമായതിനെ മറച്ചു വെക്കുകയും ചെയ്യുന്നവൻ. അടിമകളിലുള്ള നന്മകളെ അള്ളാഹു വെളിവാക്കുകയും അടിമയിലുള്ള തിന്മകളെ അള്ളാഹു മറച്ചു വെക്കുകയും ചെയ്യും.
രണ്ട് രൂപത്തിലുള്ള മോശത്തരങ്ങളെ അള്ളാഹു മറച്ചു വെക്കും. ഒന്ന്, അടിമയുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന മോശത്തരങ്ങളായ കാര്യങ്ങളെ അള്ളാഹുത്താല മറച്ചു വെക്കും. ദുനിയാവിൽ അത് മറച്ചു വെക്കും. ആഖിറത്തിൽ അതിൻ്റെ പേരിൽ അള്ളാഹു അവനെ ശിക്ഷിക്കുകയില്ല. ഇത് ഗഫാർ എന്ന പദത്തിൻ്റെ ഒരർത്ഥതലമാണ്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന മോശത്തരങ്ങൾ, വൃത്തികേടായ ചിന്തകൾ, മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, അസൂയ, ദേഷ്യം പോലെയുള്ള വലിയ വലിയ ഗൗരവപ്പെട്ട തിന്മകൾ, അത് ശരീരത്തിൽ പ്രകടമാവുകയില്ല, പക്ഷേ കൽബിൽ ഉണ്ടാകുന്നതാണ്. കൽബിൽ ആ ദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ചില ചേഞ്ചിങ്ങുകളൊക്കെ ഉണ്ടാകാം, പക്ഷെ അതൊരു ദോഷമായിട്ട് നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല. എന്നാൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. എന്നിട്ടും കൽബിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള തെറ്റായ മോശമായ കാര്യങ്ങളെ അള്ളാഹു മറച്ചു വെക്കുന്നു. അതിൻ്റെ പേരിൽ അള്ളാഹു ആഖിറത്തിൽ അവനെ ആക്ഷേപിക്കുകയില്ല, ശിക്ഷിക്കുകയില്ല. കാരണം അള്ളാഹു ഗഫാറായതുകൊണ്ട്. പക്ഷേ ഒരടിമ അള്ളാഹുവിനെ ഗഫാറായ നിലക്ക് എത്തിക്കാൻ ആ അടിമ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ റബ്ബിനോട് അവൻ പാപമോചനം തേടേണ്ടതുണ്ട്. ഹദീസുകളിൽ കാണാം, ഒരടിമ റബ്ബി ഗഫിർലി എന്ന് പറഞ്ഞാൽ, എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, എന്നെ വളർത്തി എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ദോഷം എനിക്ക് നീ പുറത്തു തരണം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പറയും, അദ്നബ അബ്ദീ ദംബൻ, എൻ്റെ അടിമ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ആ അടിമ അറിഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്, ബോധമുള്ളവനായിട്ടുണ്ട്, അന്നലഹു റബ്ബൻ യഗ്ഫിറു ദംബ, ദോഷങ്ങളൊക്കെ പുറത്തു തരുന്ന ഒരു റബ്ബ് അവനുണ്ട് എന്ന് അവൻ തിരിച്ചറിവുള്ളവനായിട്ടുണ്ട്. ആ റബ്ബാകുന്ന എന്നോട് അവൻ പാപമോചനം തേടിയിട്ടുണ്ട് എങ്കിൽ ഞാനിതാ മലക്കുകളെ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, ഞാനവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന്. ഈ ഹദീസൊക്കെ പഠിപ്പിക്കുന്നത് അടിമ റബ്ബിനെ വിളിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ, പാപമോചനം തേടുമ്പോഴാണ് ആ അടിമക്ക് അള്ളാഹുവിനെ ഗഫാറായിട്ടൊക്കെ എത്തിക്കാൻ കഴിയുക. ഈ ഇസ്മുമായി നമുക്ക് താല്ലുക്കുണ്ടാകണം, ബന്ധം ഉണ്ടാകേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഇസ്മുമായിട്ട് ബന്ധമുണ്ടാകൽ? അൻ തഅരിഫ അന്നഹു ലാ യഗ്ഫിറു ദംബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ദോഷം പൊറുക്കുന്നവനില്ല, അള്ളാഹു മാത്രമാണ് എൻ്റെ ദോഷങ്ങൾ പൊറുക്കുക എന്ന ഒരു ബോധത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തലാണ്. ആ ഒരു ബോധം ഒരു മനുഷ്യനിൽ ഉണ്ടാകലാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവനിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ പ്രകടമാവുക തന്നെ ചെയ്യും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളൊക്കെ ഒരു ദിവസത്തിൽ തന്നെ 12,000 തവണ ഇസ്തിഗ്ഫാറൊക്കെ നടത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു തെറ്റിൻ്റെ ലവലേശം, ഒരു പൊടി പോലും ഇല്ലാത്ത ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസത്തിലും 100ഓളം പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. ഇതൊക്കെ
നമ്മൾ ആ ഒരു മാതൃക പിന്തുടർന്ന് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുന്നവരാകാൻ വേണ്ടി നബി തങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ഇസ്മുമായി നമ്മൾ തഖല്ലുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, സ്വഭാവം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിമകളുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്ന ഒരു പ്രകൃതം നമ്മളിലുണ്ടാകണം. മറ്റു അടിമകളിൽ നിന്ന് നമുക്ക് വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ അവർക്ക് മാപ്പ് കൊടുക്കുന്ന സ്വഭാവം നമ്മളിലുണ്ടാകണം. മറ്റുള്ളവരുടെ തെറ്റുകൾ തീരെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാത്ത നമ്മൾ നമ്മുടെ തെറ്റുകൾ വിട്ടുവീഴ്ച ചെയ്തു തരാൻ എങ്ങനെയാണ് റബ്ബിനോട് തേടുക? അപ്പം റബ്ബിനോട് നമ്മുടെ ദോഷങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്ത തരാനും പുറത്തു തരാനും ചോദിക്കുന്ന നമ്മൾ തീർച്ചയായും മറ്റുള്ള അടിമകൾക്കൊക്കെ പുറത്തു കൊടുക്കുന്നവരാകണം. മറ്റുള്ള അടിമകളുടെ പോരായ്മകൾ, ന്യൂനതകൾ, മോശത്തരങ്ങളൊക്കെ മറച്ചു വെക്കുന്നവരാകണം നമ്മൾ. അതാണ് ഈ ഇസ്മുമായിട്ടുള്ള തഖല്ലുഖ്. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അവരുടെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കാറ്റിൽപ്പെട്ട് അവൻ്റെ വസ്ത്രം ഔറത്തിൻ്റെ ഭാഗത്ത് നിന്ന് കയറിപ്പോയാൽ, വസ്ത്രം മാറി ഔറത്ത് വെളിവായി, എന്നാൽ എൻ്റെ അനുയായികളെ നിങ്ങൾ എന്താണ് ചെയ്യുക? ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികൾ പറഞ്ഞു, ഞങ്ങൾ ഉടനെ ആ വസ്ത്രം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഔറത്ത് മറക്കും. ഉടനെ ഈസാ നബി അലൈഹിസ്സലാം ശിഷ്യന്മാരോട് പറയുകയാണ്, ഇല്ല, നിങ്ങൾ ഔറത്ത് മറക്കുകയല്ല ചെയ്യുക, മറിച്ച് നിങ്ങൾ ആ തുണി ഒന്നുകൂടി പൊക്കിയിട്ട് ഔറത്ത് കൂടുതൽ വെളിവാക്കുകയാണ് ചെയ്യുക. ഉടനെ മാന്യതയുള്ള, പക്വതയുള്ള, തൻ്റെടമുള്ള, നന്മയുള്ള ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ശിഷ്യന്മാർ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ വല്ല മനുഷ്യരും ചെയ്യുമോ നബിയെ? ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ ഔറത്ത് കാറ്റിൽ വെളിവായാൽ ഏതൊരു മനുഷ്യനും അത് മറക്കുകയല്ലേ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ശിഷ്യന്മാർക്ക് കൊടുത്ത മറുപടി നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ ഉദ്ദേശിച്ചത് ഒരു മനുഷ്യനിൽ ഒരു തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ ആ തിന്മയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നൊരു സ്വഭാവമാണ് മനുഷ്യരിലുണ്ടാവുക. ഇന്നാലിന്ന തെറ്റ് ചെയ്തു എന്ന് നമ്മൾ പ്രചരിപ്പിക്കുകയാണ്, കൂടുതൽ അത് വെളിവാക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ ഒരാളിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ഇത് ഇനി മറ്റുള്ളവരെ അറിയണ്ട എന്ന നിലക്ക് മറച്ചു വെക്കുന്ന പ്രകൃതം നമ്മളിലുണ്ടോ എന്നാണ് ഞാൻ ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു എന്നാണ്. മറ്റു മുസ്ലിമീങ്ങളിൽ പോരായ്മകൾ സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ മറച്ചു വെച്ചാൽ, നമ്മൾ ഗഫാർ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിച്ചാൽ തീർച്ചയായും സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മുടെ പോരായ്മകളൊക്കെ അള്ളാഹു തആല മറച്ചു വെക്കും എന്നാണ് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കുക, നമ്മിൽ നിന്ന് സംഭവിച്ചാൽ മറച്ചു വെക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ മറച്ചു വെക്കണം. ഇപ്പം നമ്മളിൽ ഒരു തെറ്റ് സംഭവിച്ചു, ആ തെറ്റ് മറ്റുള്ളവരിങ്ങനെ പറഞ്ഞു നടക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ വ്യക്തി തെറ്റ് ചെയ്തത് നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ വെളിവാക്കി കൊടുക്കുന്നവരാകാൻ പാടില്ല, അതിനെ നമ്മൾ മറച്ചു വെക്കണം. ഇനി
നാം നേരത്തെ പറഞ്ഞു, ഈ ഇസ്മുമായിട്ട് ബന്ധം കൂടുതലായി പുലർത്തുന്ന സമയത്ത് തീർച്ചയായും നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വലിയ കാര്യമാണ് ഇസ്തിഗ്ഫാർ അധികരിക്കുക എന്നത്. ഇസ്തിഗ്ഫാറിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ, അള്ളാഹുവിൻ്റെ ഗഫാരിയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നാം അള്ളാഹുവിനോട് കൂടുതൽ പൊറുക്കലിനെ ചോദിക്കുമ്പോൾ നമുക്കുള്ള ടെൻഷനുകൾ മാറിക്കിട്ടും, ഞെരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നാണ്. അതേപോലെ തന്നെ മഗ്ഫിറത്തിൻ്റെ ആസാറുകൾ, അടയാളങ്ങൾ നമ്മളിൽ വെളിവാകും. അഥവാ മറ്റുള്ളവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവം, അത് നമ്മളുടെ ഒരു പ്രകൃതിയായി, ഒരു സ്വഭാവമായി, നമ്മിൽ ഊട്ടപ്പെട്ട ഒരു കാര്യമായി മാറും. ഏതൊരു മനുഷ്യൻ നമ്മെ പ്രയാസപ്പെടുത്തിയാലും അവരെ നമ്മൾ ശപിക്കുകയോ കുറ്റം പറയുകയോ അവർക്കെതിരെ നമ്മൾ പറയുകയോ ചെയ്യുകയില്ല. മറിച്ച് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, എന്നെ വിഷമിപ്പിച്ച ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് എന്ന ആ ഒരു പ്രയോഗം, ആ ഒരു പ്രാർത്ഥന, ദുആ നടത്തുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് ആത്മീയമായി ഉയരാൻ കഴിയും. അതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്മാകുന്ന ഗഫാർ എന്ന മഹത്തായ ഇസ്മുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുമ്പോൾ നമ്മിൽ ഇല്ലാതെയാകുന്ന വലിയ ഒരു ദോഷം ഉണ്ട്. മനുഷ്യരിലെ പല ആളുകളും ആ ദോഷം ചെയ്യാറുണ്ട്. അള്ളാഹുവിലേക്ക് അശക്തതയെ ചേർത്തുന്ന ദോഷം. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പക്ഷേ പല മനുഷ്യരിലും ആ ഒരു വിശ്വാസത്തിന് ഘടകവിരുദ്ധമായി അള്ളാഹു ചില കാര്യങ്ങൾക്ക് കഴിവില്ലാത്തവനാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള തെറ്റായ വാക്കുകൾ കാണാം. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മുടെ നാടുകളിലുള്ള ഏതെങ്കിലും ഒരു തെമ്മാടിത്തരം ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെക്കുറിച്ച് നല്ലവരായി ചമഞ്ഞു നടക്കുന്ന ആളുകൾ പറയുന്നൊരു പ്രയോഗമുണ്ട്: ഓൻ നന്നാകൂല, അവൻ ഒരിക്കലും നന്നാവുകയില്ല. ഇവിടെ ഒരാളെ സംബന്ധിച്ച് അവൻ നന്നാവുകയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായും അവനെ നന്നാക്കാൻ കഴിയുന്ന, അവൻ്റെ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ ആ ഒരു ഖുദ്റത്തിന്, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുക എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു വിശേഷണത്തെ നമ്മളിവിടെ ഇല്ലാതെയാക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് ആ ഒരു കഴിവ് ഇല്ല, ഓന് പുറത്തു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹുവിനില്ല എന്നാണല്ലോ ഓൻ നന്നാവൂല എന്ന നമ്മുടെ വാക്കിൻ്റെ ധ്വനി. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ആരെക്കുറിച്ചും നമ്മൾ പ്രയോഗിക്കരുത്. 100 മനുഷ്യന്മാരെ കൊന്ന മനുഷ്യന് വരെ പാപമോചനം നൽകിയ കാരുണ്യവാനായ റബ്ബാണ് നമ്മളുടെ റബ്ബ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ ഇസ്മ, അതുമായിട്ട് നമ്മൾ വല്ലാതെ ബന്ധം പുലർത്തുമ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക്, അള്ളാഹു മാപ്പ് നൽകലിലേക്ക് ആവശ്യക്കാരായ ബലഹീനരായ അടിമകളാണ് എന്ന ഒരു ബോധം. അതുപോലെ തന്നെ എനിക്കെല്ലാ ദോഷങ്ങളും വല്ലാതെ പുറത്തു തരുന്ന റബ്ബിനോടുള്ള മഹബത്ത്, അതേപോലെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ വെക്കുന്ന ആ ഒരവസ്ഥ, അതുപോലെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി ധാരാളം സ്വാലിഹായ നല്ല അമലുകൾ ചെയ്യാനുള്ള ആ ഒരു അവസരങ്ങൾ, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കാനുള്ള ഒരു വലിയ പരിശ്രമം നമ്മളിലുണ്ടാകും. എവിടെ നിന്നാണെങ്കിലും
ഞാൻ ദോഷങ്ങൾ ചെയ്യുമ്പോൾ ആ ദോഷങ്ങളൊക്കെ പൊറുക്കുന്ന റബ്ബ്, ആ റബ്ബ് അതൊക്കെ അറിയുന്നുണ്ടല്ലോ, എന്നിട്ടും ആ റബ്ബ് എനിക്ക് മാപ്പ് ചെയ്തു തരുന്നുണ്ടല്ലോ.